നമ്മളെല്ലാവരും മീൻ വറുത്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. കറിയിലുള്ളത് കഴിക്കണേക്കാൾ ഇഷ്ടം ഒരു കഷ്ണം കിട്ടിയാലും വറുത്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ വറുത്തതാണ് കേട്ടോ. അപ്പോൾ മീൻ വറുത്തത് എന്താ അത്ര പ്രത്യേകത തോന്നും. നമ്മളെന്നും ഒരേ രീതിയിൽ വറുക്കാതെ അതിൽ കുറച്ചധികം മസാലകൾ, സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിലൊരു മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടു നോക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ തളയൻ മീനാണ് എടുത്തിട്ടുള്ളത്. തളയൻ, വാള എന്നൊക്കെ ഓരോ സ്ഥലത്ത് പറയലുണ്ട്. ഏത് മീനും ഇങ്ങനെ പൊരിച്ചാലും നല്ല ടേസ്റ്റാട്ടോ, നമ്മളെ മത്തി പോലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3/4 ടേബിൾ സ്പൂണോളം വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഉലുവ മീൻ പൊരിച്ചയിൽ ചേർത്തിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് ചേർത്തിയാൽ, ഉലുവ ചേർത്തണമെന്നില്ല, ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്തിയാലും മതി കേട്ടോ. നമ്മൾ മസാല കൂട്ടുമ്പോൾ അത് ചേർത്തി കൊടുത്താൽ മീൻ പൊരിക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ ഞാൻ ചേർത്ത മസാല എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചിക്കൻ മസാല കേട്ടോ, 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ മസാല എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്തി കൊടുക്കാം. ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ മീനിൻ്റെ ഒരു കുത്തണ സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ മീൻ കഴിക്കണമെന്നുണ്ടാവും, പക്ഷെ മീൻ കഴിച്ചാൽ ആ മീനിൻ്റെ മണം നിൽക്കുമല്ലോ കയ്യിലൊക്കെ. പക്ഷെ ഇങ്ങനെ പൊരിക്കുമ്പോൾ ആ മണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ മസാലയും കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലിട്ടു. നമ്മൾ എന്ത് പൊരിച്ചെടുക്കുമ്പോഴും കുറച്ച് വേപ്പിലിട്ടാൽ നല്ല മണമല്ലേ. അപ്പോൾ ഈ മീനൊക്കെ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഞാനത് സിമ്മിലിട്ടിട്ടാട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സിമ്മിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ മുരിഞ്ഞു വരും കേട്ടോ. പെട്ടെന്ന് വേവിച്ചെടുക്കുമ്പോൾ ഉള്ളൊക്കെ ഇങ്ങനെ മുരിയാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെച്ച് വേവിച്ചെടുക്കുമ്പോൾ മുരിഞ്ഞു വരുമ്പോൾ ഉള്ളും നല്ല മുരിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്ക് മറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത് എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പോൾ നമ്മളെ മീനൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അപാര ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ.